ഹായ്, എല്ലാവർക്കും എഡ്യൂക്കേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്വാണ്ടം നമ്പേഴ്സിനെ പറ്റിയാണ്. അതായത് നമ്മുടെ സ്ട്രക്ചർ ഓഫ് ആറ്റം റിലേറ്റഡ് ചെയ്ത് തന്നെ ഒരു ചാപ്റ്ററാണ്. സോ ഒരു കോൺസെപ്റ്റ് ആണ്. സോ എന്താണ് ക്വാണ്ടം നമ്പേഴ്സ്, അല്ലെങ്കിൽ ഏതൊക്കെ തരമാണ് നമുക്ക് പലരും അറിയായിരിക്കും മിക്കവർക്കും. സോ എന്താണ് ബേസിക്കലി ക്വാണ്ടം നമ്പേഴ്സ്? സോ ബേസിക്കലി ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ നമ്മൾ ഇലക്ട്രോൺസിനെ ഡിഫൈൻ ചെയ്യുവാണ്. സോ ഇലക്ട്രോണിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത് വെച്ചിട്ട് 4 സെറ്റ് ഓഫ് നമ്പേഴ്സ് വെച്ചാണ് നമ്മൾ യൂഷ്വലി ഇലക്ട്രോൺസിനെ ഡിഫൈൻ ചെയ്യുന്നത്. സോ ആ സെറ്റ് ഓഫ് 4 നമ്പേഴ്സ് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ 4 സെറ്റ് ഓഫ് 4 numbers. Set of 4 numbers used to describe an electron. അതായത് ഒരു ഇലക്ട്രോണിനെ നമ്മൾ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. സോ ബേസിക്കലി എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു വ്യക്തി നമ്മൾ എങ്ങനെയാണ് ആ കൺട്രസ് കാണും, പിന്നെ ചില ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ കാണും, അയാളുടെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് കാണും. സോ ആ ഒരു ഇത് റിലേറ്റഡ് ആണ്. അപ്പം ഇലക്ട്രോണിനെ നമ്മൾ ആ ഒരു വ്യക്തിയായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രോണിന് ഒരു അഡ്രസ്സ് ഉണ്ട്. മീൻസ് അങ്ങനത്തെ അഡ്രസ്സ് അല്ല, ഒരു ഇത് കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറയുവാണ്. സോ ആ ഒരു റിലേറ്റ് ചെയ്താണ് നമ്മൾ പറയുന്നത്. അത് ഇലക്ട്രോണിനെ ഫുള്ളി അതിൻ്റെ ഡീറ്റെയിൽസ് അറിയും. ഓക്കെ, സോ നമ്മുടെ ക്വാണ്ടം നമ്പേഴ്സ് പറയുവാണെങ്കിൽ 4 തരം ഉണ്ടെന്ന്, മീൻസ് 4 സെറ്റ് ഓഫ് ടൈപ്സ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ് ഉണ്ട്. സോ ബേസിക്കലി ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പേഴ്സ്. ഫസ്റ്റ് വണ്ണാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. സെക്കൻഡ് നോക്കുവാണെങ്കിൽ അസിമുതൽ ക്വാണ്ടം നമ്പർ. തേർഡ് നോക്കുവാണെങ്കിൽ മാഗ്നറ്റിക്. ആൻഡ് ലാസ്റ്റ് വൺ ആണ് സ്പിൻ ക്വാണ്ടം നമ്പർ. സോ ഇത്രയാണ് ബേസിക്കലി ക്വാണ്ടം നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഉള്ളത്. പിന്നെ നമ്മൾ ഇൻ ഡീറ്റെയിൽ നോക്കാൻ പോകുന്നത് ഇത് ഏതൊക്കെയാണ് വരുന്നതെന്നാണ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ അപ്പോൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ പറയുന്നത് ആ ഒരു പർട്ടിക്കുലർ ഷെൽസ് അല്ലെങ്കിൽ ഓർബിറ്റിനെ പറ്റിയാണ് യൂഷ്വലി പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ വെച്ച് പറയുന്നത്. സോ അത് ബേസിക്കലി റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുമ്പോൾ എൻ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എൻ, സ്മോൾ ലെറ്റർ എൻ ആണ്. സോ നമ്മൾ പറയുകയാണെങ്കിൽ എൻ വെച്ച് നമ്മൾ പറയുമ്പോഴത്തേക്ക് നമ്മൾ യൂഷ്വലി കണ്ടിട്ടുണ്ട് എൻ എസ്, എൻ പി, എൻ ഡി, ഇങ്ങനെ കണ്ടിട്ടുണ്ട് അല്ലേ. അതായത് ആ ഒരു പർട്ടിക്കുലർ ഷെല്ലിനകത്തെ സബ്സ്റ്റൻസിന് ഏതൊക്കെയാണ് യൂഷ്വലി പറയുന്നത്. പിന്നെ അതായത് ഇങ്ങനെ നമ്മൾ ഫിഗർ ജസ്റ്റ് ഒന്ന് വരയ്ക്കുകയാണെങ്കിൽ ഇതൊക്കെയാണ് ഷെൽസ് അല്ലേ. ഓക്കെ, അപ്പൊ ആ ഒരു ഷെൽസിന്റെ ഇതിനെയാണ് പറയുന്നത് ബേസിക്കലി. സോ അതിനെയാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെ പറ്റി പറയുന്നത്. ബേസിക്കായി അറിയേണ്ടത് ഷെല്ലിനെ പറ്റി പറയാനുള്ളതാണെന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ എൻ്റെ വാല്യൂസ് പറയുവാണെങ്കിൽ 1s ഉണ്ട്, അതുപോലെ 1s 2p 3s 3p അങ്ങനെ പല വാല്യൂസ് ഉണ്ട്. ഇൻഡിജർ വാല്യൂസ് ആണ് ആക്ച്വലി വരുന്നത്. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഇതിനകത്തെ എത്ര ഓർബിറ്റൽസ് ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ നമ്പർ ഓഫ് ഓർബിറ്റൽസ് ഈസ് ഈക്വൽ ടു n² എന്നാണ് പറയുന്നത്. ഓക്കെ, ആ ഒരു ഫോർമുല ഇപ്പം ഇതിന് 1 ആണെങ്കിൽ 1² 1, അതുപോലെ ഇതിന് 2 ആണെങ്കിൽ 2² 4, അത്ര ഓർബിറ്റൽസ് ഉണ്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അത്രയാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെ പറ്റി പറയാനുള്ളത്. ഇവിടെ എന്താണ് വരുന്നതെന്ന് ചോദിച്ചാൽ ആ ഒരു പർട്ടിക്കുലർ ഷെല്ലിനെ പറ്റിയാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ അത് കിട്ടി. ഇനി സെക്കൻഡ്, ഇലക്ട്രോണെ ഫസ്റ്റ് ഡിഫൈൻ ചെയ്തു, ഇലക്ട്രോണെ ഷെല്ലിനെ പറ്റി ഡിഫൈൻ ചെയ്തു പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിൽ. സെക്കൻഡിൽ നമ്മൾ നോക്കാൻ പോകുന്നതാണ് അസിമുതൽ ക്വാണ്ടം നമ്പർ. അസിമുതൽ ഈ പേര് അങ്ങനെ പെട്ടെന്ന് ക്ലിക്ക് ചെയ്തില്ല, അല്ലെങ്കിൽ ഇതിനെ നമുക്ക് ആംഗുലർ മൊമെന്റം ക്വാണ്ടം നമ്പർ എന്നും പറയാൻ പറ്റും. ഓക്കെ, അസിമുതൽ അല്ലെ ആംഗുലർ മൊമെന്റം ക്വാണ്ടം നമ്പർ. ഇപ്പൊ ആംഗുലർ മൊമെന്റം ഒക്കെ എല്ലാവർക്കും അറിയായിരിക്കും എന്താണ്. സോ അതിനെ പറ്റിയൊക്കെയുള്ള ഇതിനാണ് നമുക്ക് യൂഷ്വലി അസിമുതൽ അല്ലെങ്കിൽ ആംഗുലർ മൊമെന്റം ക്വാണ്ടം നമ്പർ പറയുന്നത്. സോ ഇവിടെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും എൽ ആണ്, സ്മോൾ ലെറ്റർ എൽ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ എല്ലിന് പല വാല്യൂസ് വരാം. എല്ലിന് 0 വരാം, 1 വരാം, 2 വരാം, അങ്ങനെ പല വാല്യൂസ് വരാം. അപ്പൊ എല്ലിന്റെ വാല്യൂസ് വേരി ചെയ്യുന്ന അനുസരിച്ച് ഏതൊക്കെ ഷെൽസ് ആണ്, ഇപ്പൊ എസ്, പി, ഡി, അത് വേരി ചെയ്തുകൊണ്ടിരിക്കും. അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. അപ്പം എല്ലിന്റെ ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ എൽ വാല്യൂ ഉണ്ട്. എൽ വാല്യൂ ഇസ് ഈക്വൽ ടു 0, 1, 2, 3 വരെ നമുക്ക് നോക്കാം. സോ ഇവിടെ വരുവാണെങ്കിൽ ഓരോ താഴത്തെ ഏത് ഷെൽസ് വരുമെന്ന് ചോദിച്ചാൽ എസ്, പി, ഡി. അതായത് 0 ആണെങ്കിൽ കറസ്പോണ്ടിങ് എസ്,
പി ആണ് കറസ്പോണ്ടിങ് 1 ആണ് കറസ്പോണ്ടിങ് പി സബ് ഷെല്ല്, 2 ആണെങ്കിൽ ഡി സബ് ഷെല്ല്, അതുപോലെ 3 ആണെങ്കിൽ എഫ് സബ് ഷെല്ല്. സോ ഈ ഒരു ഇത് ഓർത്തിരിക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പോൾ നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും യൂഷ്വലി ഇങ്ങനെയൊക്കെ വന്നാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരിതാണ്. ഓക്കെ, സോ എൽ വാല്യൂ റേഞ്ച് ചെയ്യുന്നതാണ് ഇങ്ങനെ. പിന്നെ നമ്മൾ ഓർബിറ്റൽ ആംഗുലർ മൊമെന്റം കാണുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. സോ ഓർബിറ്റൽ ആംഗുലർ മൊമെന്റം is equal to root of L into L plus 1 into h by 2 pi. ഓക്കെ, ഇതാണ് അത് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ. റൂട്ട് ഓഫ് L into L plus 1 into h cross. ഇതെന്ന് പറയുമ്പോൾ h cross ആണ്. സോ ഇത്രയാണ് അസിമുതൽ ക്വാണ്ടം നമ്പറിനെ പറ്റി പറയാനുള്ളത്. ആംഗുലർ മൊമെന്റം നമുക്ക് തരുന്നു. ഓക്കെ, ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ വേറൊരു ഇത് കൺസിഡർ ചെയ്യുവാണെങ്കിൽ, ഇപ്പം 3p ആണ്. 3p തന്നെ കൺസിഡർ ചെയ്യാം. 3p ജസ്റ്റ് ഒരു സബ്ഷെൽ കൺസിഡർ ചെയ്താൽ ഇതെങ്ങനെ നമുക്ക് ഇതിനകത്ത് n വാല്യൂ അല്ലെങ്കിൽ l വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇവിടുത്തെ p വാല്യൂ എത്രയാണ്? p എന്ന് പറയുന്നത് നമ്മളിവിടെ കണ്ടു 1 ആണ് വരുന്നത്. സോ ഇവിടുത്തെ l വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്കും l വാല്യൂ ഈസ് ഈക്വൽ ടു എത്ര വരും? 1 വരും. ഓക്കെ, ഇവിടെ 3 എന്താണ്? 3 എന്ന് പറയുന്നത് നമ്മുടെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ്. n വാല്യൂ ആണ് അവിടെ നിന്ന് കിട്ടുന്നത്. സോ n ഈസ് ഈക്വൽ ടു 3 കിട്ടുന്നു. സോ അത്രയും കിട്ടിയില്ലേ? സോ n വാല്യൂ 3യും l വാല്യൂ 1 എന്ന് പറയുമ്പോൾ നമുക്ക് ആൻസർ കിട്ടി. ഇനി നിങ്ങൾക്ക് ഇപ്പോൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു എക്സാമ്പിൾ നമുക്ക് ജസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പൊ നമുക്ക് നോക്കുവാണെങ്കിൽ n വാല്യൂ നമുക്ക് 1 ആയിട്ട് എടുക്കാം. ഓക്കെ, l വാല്യൂ നമുക്ക് 0 ആയിട്ട് എടുത്താൽ എങ്ങനെ വരും? നമ്മുടെ ഓർബിറ്റിൽ എങ്ങനെ വരും? നമ്മളിവിടെ കണ്ടു l വാല്യൂ 0 വരുന്നത് ഏതിനാണ്? s ഓർബിറ്റിലാണ്. അതുപോലെ n വാല്യൂ വരുമ്പോഴത്തേക്കും 1 ആയതുകൊണ്ട് ഇതിനെ നമുക്ക് 1s എന്ന് വിളിക്കാം. അതുപോലെ n വാല്യൂ ഇപ്പോൾ 3 വന്നു, l വാല്യൂ എത്ര വന്നു? 3 വന്നു. സോ l വാല്യൂ 3 n വാല്യൂ 4 ഇടാം. n വാല്യൂ 4ഉം l is equal to 3 എന്നും വന്നാൽ നമുക്കറിയാം 4f ഓർബിറ്റലാണ്. ഓക്കെ, അത്രയാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. അത്രയാണ് അസിമുതൽ അല്ലെങ്കിൽ ആംഗുലർ മൊമെന്റം ക്വാണ്ടം നമ്പറിനെ പറ്റി പറയാനുള്ളത്. സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന തേർഡ് ക്വാണ്ടം നമ്പർ ആണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. സോ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിനെ പറ്റി പറയുവാണെങ്കിൽ അത് ആ ഒരു പർട്ടിക്കുലർ ഷേപ്പ് അല്ലെങ്കിൽ ഒരു ഓറിയന്റേഷനെ പറ്റി പറയുന്നതാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. ഓക്കെ, സോ ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുമ്പോൾ സ്മോൾ ലെറ്റർ m ആണ്. ഷേപ്പ് അല്ലെങ്കിൽ ഓറിയന്റേഷനെ പറ്റി പറയുന്നതാണ്. പിന്നെ ഈ ഒരു എമ്മിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഡിപ്പെൻഡന്റ് ആണ്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ m വാല്യൂ വേരീസ് ഫ്രം -l to l ആണ് അതിന്റെ m വാല്യൂ വരുന്നത്. അതായത് -l to l. നമ്മൾ ഇപ്പം കൺസിഡർ ചെയ്യുവാണ് l വാല്യൂ നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. സോ ഇപ്പം നമ്മൾക്ക് ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കാം. അതായത് ഇപ്പം 3p3. ഓക്കെ, സോ ഇത് p ഓർബിറ്റലാണ്. p സബ് ഷെൽ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ 3 ഷെൽസ് വരുന്നുണ്ട്. സോ അത് നമ്മൾ ഫിൽ ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ വരും. അതായത് 3p3 അല്ലേ? ഓക്കെ, ഇങ്ങനെ വരും 3p ഡേയ്സ്. സോ ഈ ഒരു പർട്ടിക്കുലർ m വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്കും 0 1 ഇത് +1 അല്ലെങ്കിൽ -1 +1 കുഴപ്പമില്ല. ഇവിടെ ഇത് ഇന്റർചേഞ്ച് ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ, അതങ്ങനെ ഇത് നിൽക്കുന്നതാണ്. സോ ഇതാണ് ബേസിക്കലി m വാല്യൂ പറയുന്നത്. സോ 3p3 ആണ്. അപ്പോൾ ഇവിടെ 3 p ഓർബിറ്റൽ 3 ഇലക്ട്രോൺസ് ഉണ്ട്. സോ അറേഞ്ച് ചെയ്ത് നിൽക്കുന്നത് ഇങ്ങനെയാണ്. സോ അത് നമ്മുടെ ഹംസ് റൂൾ വെച്ചാണ് അത് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ 3p4 ആയിരുന്നെങ്കിൽ ഒരു ഇലക്ട്രോൺ ഇവിടെ വന്നേ. ഓക്കെ, സോ അത്രയാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിനെ പറ്റി പറയാനുള്ളത്. ആ ഒരു പർട്ടിക്കുലർ -l to l ആണ് പറയുന്നത്. അപ്പം അതുപോലെ ഇപ്പം നോക്കുവാണെങ്കിൽ ഇത് പിയുടെ കേസ് പറഞ്ഞു. അപ്പം അതുപോലെ എസ് നോക്കുവാണെങ്കിൽ അവിടെ 0 മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, പി നോക്കുവാണെങ്കിൽ -1 to +1. അതിലടുത്ത് നോക്കുവാണെങ്കിൽ ഡി നോക്കുവാണെങ്കിൽ
2 2 പ്ലസ് 2. എഫ് ആണെങ്കിൽ -3 2 പ്ലസ് 3. അപ്പം ആ ഷെൽസിന്റെ എണ്ണം അങ്ങ് കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പം ഡിയുടെ പറയുകയാണെങ്കിൽ ഡിയുടെ എണ്ണം ഞാൻ കാണിക്കാം. ഡിയുടെ പറയുകയാണെങ്കിൽ ഇവിടെ 0, ഇവിടെ +or-1, +or-1, +or-2, +or-2. ഇങ്ങനെയാണ് അതിൻ്റെ കേസ് വരുന്നത്. ഇത്രയേ ഉള്ളൂ നമുക്ക് ജസ്റ്റ് അറിയാനുള്ളത്. ആ ഒരു ബേസിക് ഈ ഫോർമാറ്റ് ഓർത്തിടാം, സെൽ തൊട്ട് എൽ വരെ വാല്യൂസ്. ഓക്കെ, അത്രയാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിനെ പറ്റി പറയാനുള്ളത്. ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് ഈ ഒരു ഇത് വെച്ചാണ് നമ്മൾ യൂഷ്വലി നമ്മുടെ പല ഏതൊക്കെ ഓർബിറ്റൽസ്, അതായത് PXY, PZ, PYZ, അങ്ങനെ പല ഓർബിറ്റ് PX, PY, PZ, അതുപോലെ DXY, DZX, DZ² -x², അങ്ങനെ ഓർബിറ്റൽസ് ഒക്കെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് വെച്ചാണ്. ലാസ്റ്റ് വൺ ആണ് നമ്മൾ പറയുന്നത് സ്പിൻ ക്വാണ്ടം നമ്പർ. സ്പിൻ ക്വാണ്ടം നമ്പർ പേര് കേൾക്കുമ്പോൾ തന്നെ പറയുന്നത് സ്പിന്നെ പറ്റി റെപ്രസെന്റ് ചെയ്യുന്നതാണ്. സോ സ്പിൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇൻട്രിൻസിക് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഇൻട്രിൻസിക് ആംഗുലർ മൊമെന്റം ഓഫ് ഇലക്ട്രോൺസ് എന്നാണ് സ്പിന്നിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇൻട്രിൻസിക് ആംഗുലർ മൊമെന്റം ക്യാരിഡ് ബൈ എലമെന്ററി പാർട്ടിക്കിൾസ്. കെമിസ്ട്രിയിലെ സ്പിന്നിന്റെ ഡെഫിനേഷൻ ആണ് അത് പറയുന്നത്. സോ ആംഗുലർ മൊമെന്റം റിലേറ്റഡ് തന്നെയാണ് പറയുന്നത്. സോ നമ്മൾ സ്പിൻ കൺസിഡർ ചെയ്യണം. നമ്മൾ അപ് സ്പിൻ ഉണ്ട്, അതുപോലെ ഡൗൺ സ്പിൻ ഉണ്ട്. അതായത് അപ് സ്പിൻ ആണ് ഇങ്ങനെ, ഡൗൺ സ്പിൻ ആണ് ഇങ്ങനെ നിൽക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ അടുത്ത നോക്കുവാണെങ്കിൽ സ്പിന്നിന്റെ വാല്യൂസ് +½ അല്ലെങ്കിൽ -½ ഇങ്ങനെയാണ് നിൽക്കുന്നത്. അൺപെയർഡ് ഇലക്ട്രോൺസ് ഒക്കെ ഉള്ള കേസിലാണെങ്കിൽ +or -½ ആയിരിക്കും വരുന്നത്. അതുപോലെ ഫുള്ളി ഫിൽഡ് ആണെങ്കിൽ 0 ആയിരിക്കും അതിന്റെ സ്പിൻ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ. സോ ഇത്രയാണ് സ്പിന്നെ പറ്റി. പിന്നെ സ്പിൻ ആംഗുലർ മൊമെന്റം കണ്ടുപിടിക്കാം. S × √(s)(1) h/2π. ആ ഒരു ഫോർമാറ്റ് മറ്റേ നമ്മൾ ഓർബിറ്റിൽ സിമുതിൽ കണ്ട പോലെ തന്നെ ആ ഒരു ഫോർമാറ്റ്. S ഇവിടെ സ്പിൻ മാറുന്നതേ ഉള്ളൂ. ഓക്കെ, ഈ സ്പിൻ വെച്ചാണ് നമ്മൾ നേരത്തെ ഈ നമ്മൾ മാഗ്നറ്റിക് മൊമെന്റ് ഒക്കെ കണ്ടിട്ടില്ലേ. അപ്പം അവിടെ h/2π ആവശ്യമില്ല. √(n×n+1) അൺപെയർഡ് ഇലക്ട്രോൺസ് വെച്ചിട്ട് കേസ് പറയുന്നത്. സോ ആ ഒരു ബേസിക്സ് ഇതിലാണ് ഇത് പറയുന്നത്. സോ അത്രയാണ് സ്പിൻ ക്വാണ്ടം നമ്പറിനെ പറ്റി പറയാനുള്ളത്. പിന്നെ നമ്മൾ ഓരോ ക്വാണ്ടം നമ്പറും കണ്ടു. ഇത്രയാണ് ക്വാണ്ടം നമ്പറിനെ പറ്റി പറയാനുള്ളത്. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ക്വാണ്ടം നമ്പേഴ്സിനെ പറ്റിയാണ്, ബേസിക് ഡെഫിനിഷൻസ് കൊണ്ട് അത് മനസ്സിലാക്കുക. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.